നമസ്കാരം. ഞാൻ ടി സോമൻ. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ ഒരു ഭാഗം കർഷകർ അല്ല, പഞ്ചാബിൽ നിന്നുള്ള ഒരു ഭാഗം ആളുകൾ, കൂടുതലായും അവരാണ് പങ്കെടുക്കുന്നത്, ചലോ ദില്ലി മാർച്ച് എന്ന പേരിൽ ഒരു സമരം നടത്തുക. അവരുന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് പല വിളകൾക്കും താങ്ങുവിലയുണ്ട്. ഉദാഹരണം കൊപ്രായ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. നെല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെയുള്ള വിളകൾക്ക് താങ്ങുവിലയുണ്ട്. കൂടുതൽ വിളകൾക്ക് താങ്ങുവില ഏർപ്പെടുത്താൻ തയ്യാറാണെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുമുണ്ട്. ഇവരുടെ രണ്ടാമത്തെ ആവശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ സമരകാലത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ പാലിക്കുക. ആ ഉറപ്പുകളുടെ ഭാഗമായിട്ടാണ് കർഷകരുടെ ഗുണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബില്ല്, കാർഷിക ബില്ല് കേന്ദ്ര ഗവൺമെൻറ് ഒഴിവാക്കിയത് ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമത് അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ നിന്നും ഭാരതം ഒഴിവാകണം. ഭാരതത്തിന് മാത്രമായി അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കുമോ? ചൈനയടക്കം ലോക രാജ്യങ്ങളെല്ലാം അന്താരാഷ്ട്ര കരാറിൻ്റെ ഭാഗമാണ്. നമ്മുടെ രാജ്യം മാത്രം അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ നിന്നും ഒഴിവായാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തിനെയും കാർഷിക മേഖലയെയും വളരെ ദോഷകരമായി ബാധിക്കും. കാരണം നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇപ്പം തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്, ഉള്ളി കയറ്റുമതി ചെയ്യുന്നുണ്ട്, പഞ്ചസാര കയറ്റുമതി ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും പല സാധനങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കത് ഇഷ്ടമുള്ളത് വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ നിന്നും ഒഴിവാകാൻ നമുക്കല്ല, ഒരു രാജ്യത്തിന് സാധ്യമല്ല. അതുപോലെയുള്ള നിരവധി ആവശ്യങ്ങൾ, അതായത് സർക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ മുദ്രാവാക്യങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. നമ്മുടെ പഞ്ചാബിലെ AAP സർക്കാർ ആങ്ങളെ ചത്താലും വേണ്ടിയല്ല നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരത്തെ തേനും പാലും കൊടുത്ത് ഹരിയാന അതിർത്തിയിൽ കൊണ്ട് ഹരിയാന അതിർത്തിയിൽ വെച്ച് ഹരിയാന പോലീസും കേന്ദ്രസേനയും മാർച്ച് തടഞ്ഞു. മാർച്ചിനെ തടയാൻ സർവ്വസന്നാഹങ്ങളും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ മാർച്ച് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. എന്താ പറയാൻ കാരണം? ഇതൊരു സാധാരണ മാർച്ചല്ല. നമ്മുടെ രാജ്യത്ത് അനേകം സമരങ്ങൾ നടക്കാറുണ്ട്. രാവിലെ സമരത്തിന് പോയാൽ വൈകുന്നേരം തിരിച്ചു വരും. അതല്ല, നിരാഹാരമാണെങ്കിൽ കുറേ ആളുകൾ പോയി ആ നിരാഹാരങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇതങ്ങനെയല്ല. അവരുടെ അനേകായിരം വരുന്ന ട്രാക്ടറുകളുമായിട്ട്, പലരും ആയുധങ്ങളുമായിട്ട്, ബുൾഡോസറുകളുമായിട്ടാണ് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. എന്തിനാ? ഡൽഹി ഇടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. ഹരിയാന അതിർത്തിയിൽ വെച്ച് കേന്ദ്രസേനയും ഹരിയാന പോലീസും മാർച്ച് തടഞ്ഞു. ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. സമരക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. നിരവധി പോലീസുകാർക്ക് പരിക്ക് പറ്റി, നിരവധി സമരക്കാർക്ക് പരിക്ക് പറ്റി. ഒരു സമരഭടൻ കൊല്ലപ്പെട്ടു. ഹരിയാന പോലീസ് ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചാൽ
ആ നശിപ്പിക്കുന്നവരുടെ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ മട്ടും ഭാവവും കാണുമ്പോൾ കർഷകരുടെ താല്പര്യമല്ല മറ്റു ചില താല്പര്യങ്ങളാണോ ഇവർക്ക് മുന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. കാള വാല് പോക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഇലക്ഷൻ സമയത്ത് ഒരു ഇപ്രകാരം സന്നാഹത്തോടു കൂടി ഒരു മാർച്ച് നടത്തുക, പോലീസുമായി ഏറ്റുമുട്ടുക, വെടിവെപ്പൊക്കെ ഉണ്ടാക്കി നരേന്ദ്രമോദിക്കെതിരെ ജനവികാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കുറേ ആളുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാരതത്തിൻ്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത വിദേശ ശക്തികൾ ഈ സമരത്തെ പല രീതിയിലും സഹായിക്കുന്നുണ്ട് എന്ന വ്യക്തമായ തെളിവ് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ സമരക്കാരോട് നിരവധി വട്ടം സമരത്തിന് സർക്കാർ തയ്യാറായെങ്കിലും അവരുടെ സമരം ഒരു കാരണവശാലും ഡൽഹിയിലേക്ക് കടക്കാൻ, ഇതേ രീതിയിൽ കടക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുക. ഏത് ഗവൺമെൻറ്റിനാണ് ഇത്തരമൊരു സമരത്തെ അംഗീകരിക്കാൻ പറ്റുക? കേരളത്തിലെ സർക്കാരിന് സാധിക്കുമോ? കേരളത്തിൽ 10,000-കണക്കിന് ലോറികളുണ്ട്, അതുപോലെ ബസ്സുകളുണ്ട്. ഈ ലോറി ഉടമകളും ബസ് ഉടമകളും മറ്റാളുകളുമെല്ലാം ഈ വാഹനങ്ങളുമായി ഞങ്ങൾ 10,000-കണക്കായ ആൾക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യും, ഞങ്ങൾ 6 മാസം വരെ അവിടെ താമസിക്കും, ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചേ പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങളുമായി റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ കേരള സർക്കാർ, കേരള പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കും. നമ്മൾ കണ്ടു ഈ അടുത്ത കാലത്ത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാക്കൂട്ടവും കൂട്ടരും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ലാത്തി ചാർജ് ചെയ്ത് പോലീസ് സമരക്കാരെ പിരിച്ചുവിട്ടു. ആ ലാത്തി ചാർജിനിടയിൽ കൊടികെട്ടിയ കമ്പുണ്ടായിരുന്ന ചില ആളുകൾ പോലീസിനെ തിരിച്ചാക്രമിച്ചു. നമ്മളെന്താ പിന്നെ കണ്ടത്? രാത്രിയുടെ യാമങ്ങളിൽ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വീട് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്ന് രാഹുൽ മാക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ചു. മാത്രമല്ല സമരം നടത്തിയവർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള ശക്തമായ കേസുമെടുത്തു. നമ്മുടെ രാജ്യത്ത് സമരം ചെയ്യാൻ അവകാശമുണ്ട്. അത് ജനാധിപത്യപരമായിരിക്കണം. നമ്മുടെ രാജ്യത്തിന് ഹാനികരമായ രീതിയിൽ സമരമാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരു ഗവൺമെൻറ്റിനും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ഗവൺമെൻറ്റിനെ ആകെ വെല്ലുവിളിക്കുന്ന സമരമാണ്. അത്തരം സമരങ്ങളെ ഒരു ഗവൺമെൻറ്റിനും അംഗീകരിക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ്റും ഹരിയാന പോലീസും അത്തരം ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ അക്രമ ലക്ഷ്യത്തോടു കൂടിയുള്ള ഈ സമരത്തെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ആരും സംശയമില്ല. ന്യായമായ രീതിയിൽ സമരം ചെയ്യട്ടെ, ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. ജനങ്ങളുടെ സമരത്തെ ന്യായമാണെങ്കിൽ പിന്തുണയ്ക്കാൻ തയ്യാറാകും. അല്ലാതെ പ്രത്യേക ലക്ഷ്യത്തോടുകൂടി കാർഷിക താല്പര്യങ്ങളെ തന്നെ ബലി കൊടുത്ത്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ തന്നെ ബലി കൊടുക്കുന്ന തരത്തിലുള്ള സമരമാർഗങ്ങൾ വിജയിക്കില്ല. ജനങ്ങൾ അതിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഭാഗം പിന്തുണയ്ക്കുമായിരിക്കും, ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ പിന്തുണയ്ക്കില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അക്രമാസക്തമായ പ്രകോപനപരമായ സമരമാർഗങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുക.